എല്ലാവർക്കും ഇൻസ്റ്റിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ബ്രൂണോയിൽ കളക്ഷൻ ലെവലിൽ ഓത്ത് ഡീറ്റെയിൽസ്, ഹെഡേഴ്സ്, സ്ക്രിപ്റ്റ്സ്, ടെസ്റ്റ് മുതലായവ ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ ബ്രൂണോ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡെമോയ്ക്ക് വേണ്ടി കളക്ഷൻ ലെവൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ് ഒരു കളക്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കളക്ഷൻ്റെ അകത്ത് ഗെറ്റ് HTTP മെത്തേഡ് സപ്പോർട്ട് ചെയ്യുന്ന ബേസിക് ഓത്ത് എന്ന് പറഞ്ഞ റിക്വസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഗെറ്റ് HTTP മെത്തേഡ് സപ്പോർട്ട് ചെയ്യുന്ന ബേസിക് ഓത്ത് വിത്ത് ഹെഡേഴ്സ് എന്ന റിക്വസ്റ്റ് ഉണ്ട്. രണ്ട് റിക്വസ്റ്റിൻ്റെ എൻഡ് പോയിന്റ് സെയിം ആണ്. ഇനി നമ്മൾ കളക്ഷൻ ലെവലിൽ എങ്ങനെയാണ് ഓത്ത് ഡീറ്റെയിൽസ്, ഹെഡേഴ്സ്, സ്ക്രിപ്റ്റ്, ടെസ്റ്റ് എന്നിവ ആഡ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി കളക്ഷൻ ലെവൽ സെറ്റിംഗ്സ് എന്ന കളക്ഷന് നേരെയുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ ഓൾറെഡി ഹെഡേഴ്സ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ കളക്ഷനിൽ കോമൺ ആയിട്ട് റിക്വസ്റ്റുകൾക്ക് പാസ് ചെയ്യേണ്ട ഹെഡേഴ്സ് ഇൻഡിവിജ്വൽ റിക്വസ്റ്റുകൾക്ക് സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നതിന് പകരം ഹെഡേഴ്സ് എന്ന ഈ ടാബിൽ ഹെഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പം കളക്ഷൻ ലെവലിൽ ആഡ് ചെയ്യുന്ന ഹെഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആ കളക്ഷൻ്റെ അകത്തെ എല്ലാ റിക്വസ്റ്റുകൾക്കും ആപ്ലിക്കബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഹെഡർ കീ 1 എന്ന് പറഞ്ഞ് ഒരു ഹെഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ഹെഡർ വാല്യൂ 1 ആണ്. അതുപോലെ ഹെഡർ കീ 2 എന്ന് പറഞ്ഞ ഹെഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ഹെഡർ വാല്യൂ 2 ആണ്. ഇനി ഓത്ത് എന്ന ടാബിനകത്ത് ഞാൻ ബേസിക് ഓത്ത് എന്ന ഓതറൈസേഷൻ ടൈപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. യൂസർ നെയിമായിട്ട് പോസ്റ്റ്മാൻ എന്നും പാസ്വേഡ് എന്ന വാല്യൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് റിക്വസ്റ്റുകളെ സംബന്ധിച്ചോളം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓത്തിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഈ റിക്വസ്റ്റ് നോക്കിയാൽ കാണാം. ഇവിടെ ഓത്ത് എന്ന ടാബിൽ ഞാനൊരു ഓതറൈസേഷനും ചൂസ് ചെയ്തിട്ടില്ല. ഇതുപോലെ ഈ റിക്വസ്റ്റിലും കേസിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നോ ഓത്ത് എന്നുള്ളതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ കളക്ഷൻ ലെവലിൽ ഞാൻ ഓത്ത് എന്ന ടാബിൽ ബേസിക് ഓത്ത് എന്ന വാല്യൂ ചൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ യൂസർ നെയിമിൻ്റെ വാല്യൂയും പാസ്വേഡിൻ്റെ വാല്യൂയും കൊടുത്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ടാബിൽ ഞാൻ ഹെഡേഴ്സ് എന്ന ടാബിൽ പാസ് ചെയ്ത ഹെഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൺസോളിൽ പ്രിൻ്റ് ചെയ്യാനുള്ള കോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. റിക്വസ്റ്റിൻ്റെ ഒപ്പം പാസ് ചെയ്യുന്ന ഹെഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി പ്രീ റിക്വസ്റ്റിൻ്റെ സെക്ഷനിലാണ് ആ കോഡ് ആഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ലൈനിൽ ദിസ് ഈസ് പ്രീ റിക്വസ്റ്റ് സ്ക്രിപ്റ്റ് എന്നുള്ള കൺസോൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഒരു കോഡാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ശേഷം ഹെഡർ കീ 1 എന്ന ഹെഡറിൻ്റെ വാല്യൂവും ഹെഡർ കീ 2 എന്ന ഹെഡറിൻ്റെ വാല്യൂവും കൺസോൾ പ്രിൻ്റ് ചെയ്യിക്കാൻ, അതുപോലെ റിക്വസ്റ്റിനൊപ്പം പാസ്സായ എല്ലാ ഹെഡേഴ്സിൻ്റെ വാല്യൂവും ഒരുമിച്ച് പ്രിൻ്റ് ചെയ്യിക്കാനുള്ള കോഡാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പോസ്റ്റ് റെസ്പോൺസ് എന്ന സെക്ഷനകത്ത് ഈ ഓരോ റിക്വസ്റ്റും ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ കിട്ടുന്ന റെസ്പോൺസിലെ ഹെഡേഴ്സിൻ്റെ വാല്യൂ കൺസോളിൽ പ്രിൻ്റ് ചെയ്യിക്കാനുള്ള കോഡാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ലൈനിൽ ദിസ് ഈസ് പോസ്റ്റ് റെസ്പോൺസ് സ്ക്രിപ്റ്റ് എന്നുള്ളത് കൺസോളിൽ പ്രിൻ്റ് ചെയ്ത് തരും. അതിനുശേഷം റെസ്പോൺസ് വരുന്ന ഹെഡേഴ്സിലെ കണക്ഷൻ എന്ന കീയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യിക്കാനും കണ്ടന്റ് ലെങ്ത് എന്ന കീയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യിക്കാനുള്ള കോഡാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ഹെഡറുകളുടെ വാല്യൂ കൺസോളിൽ പ്രിൻ്റ് ചെയ്യും. അതുപോലെ റെസ്പോൺസ് വരുന്ന എല്ലാ ഹെഡേഴ്സിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യാനുള്ള കോഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടെസ്റ്റ് എന്ന സെക്ഷനകത്ത് ഒരു സിംഗിൾ ടെസ്റ്റ് കേസ് ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് റിക്വസ്റ്റുകളും 200 സ്റ്റാറ്റസ് കോഡാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പം കോമൺ ആയിട്ട് ഒരു ടെസ്റ്റ് കേസ് ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് കേസ് രണ്ട് റിക്വസ്റ്റുകൾക്കും ആപ്ലിക്കബിൾ ആയിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ റിക്വസ്റ്റിന് സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നതിന് പകരം കളക്ഷൻ ലെവലിൽ കോമൺ ആയിട്ട് വരുന്ന അസേഷൻസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ റെപ്പറ്റീഷൻ ഒഴിവാക്കാൻ സാധിക്കും. ഇനി ഞാൻ ഇൻഡിവിജ്വലായിട്ട് ആദ്യമേ ഈ റിക്വസ്റ്റുകൾ സെൻഡ് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് റിക്വസ്റ്റ് സെൻഡായി. ഇവിടെ നമ്മൾ ഓത്തിൻ്റെ വാല്യൂ സെലക്ട് ചെയ്തിട്ടില്ല, പക്ഷേ കളക്ഷൻ ലെവലിൽ സെറ്റ് ചെയ്തുകൊണ്ട് 200 സ്റ്റാറ്റസ് കോഡ് വന്നു. അതുപോലെ ഹെഡേഴ്സിൻ്റെ വാല്യൂ വന്നു. ഈ ഹെഡേഴ്സിൽ നിന്നാണ് നമ്മൾ കണ്ടന്റ് ലെങ്തും കണക്ഷൻ എന്ന ഹെഡറിൻ്റെ വാല്യൂസ് പോസ്റ്റ് റെസ്പോൺസ് സെക്ഷനിൽ പ്രിൻ്റ് ചെയ്യിക്കുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് റിക്വസ്റ്റും കൂടെ ഞാൻ സെൻഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാം അതും വർക്കായി. കളക്ഷൻ ലെവലിൽ ഓത്ത് ഡീറ്റെയിൽസ് സെറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ കറക്റ്റായിട്ട് വർക്കായത്. ഇനി കൺസോളിലും കൂടെ നമ്മൾ സ്ക്രിപ്റ്റ് ടാബിൽ കൊടുത്തിരിക്കുന്ന കോഡ് പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ടോ എന്ന് നോക്കാം. അതിനുവേണ്ടി Ctrl+Shift-I എന്ന ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് കൺസോൾ ഓപ്പൺ ചെയ്യുവാണ്.
ഓൾറെഡി വന്നിരിക്കുന്ന കൺസോൾ മെസ്സേജസ് ഞാൻ ക്ലിയർ ചെയ്യുന്നു. ഇനി ഞാൻ ഈ കളക്ഷൻ റണ്ണർ യൂസ് ചെയ്ത് റൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം റൺ എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം റൺ കളക്ഷൻ എന്ന ബട്ടനെ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാം ഇവിടെ സ്റ്റാറ്റസ് കോഡ് ടെസ്റ്റ് എന്നുള്ള ടെസ്റ്റ് കേസ് 2 റിക്വസ്റ്റുകൾക്കും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ടെസ്റ്റ് കേസ് 2ഉം പാസ്സായി എന്നാണ് എൻ്റെ അർത്ഥം. അതുപോലെ കൺസോളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്. ദിസ് ഈസ് പ്രീ റിക്വസ്റ്റ് സ്ക്രിപ്റ്റ് എന്നുള്ള ആ കൺസോൾ മെസ്സേജ് വന്നു. അതുപോലെ ഹെഡർ വാല്യൂ 1 ഹെഡർ വാല്യൂ 2 എന്നുള്ള ഹെഡേഴ്സിൻ്റെ വാല്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ റിക്വസ്റ്റിനൊപ്പം പാസ് ചെയ്ത എല്ലാ ഹെഡേഴ്സിൻ്റെ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റിക്വസ്റ്റ് സെൻഡ് ആയ ശേഷം പോസ്റ്റ് റെസ്പോൺസ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് ഒരു കോഡ് പോസ്റ്റ് റെസ്പോൺസ് എന്ന സെക്ഷനകത്ത് സ്ക്രിപ്റ്റിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഹെഡർ വാല്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ എല്ലാ ഹെഡർ വാല്യൂസും നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അതും വന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അതേ റിക്വസ്റ്റ് ഡിഫറെൻറ്റ് നെയിമിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ പ്രോസസ്സ് തന്നെ ഫോളോ ചെയ്യും കൺസോളിൽ. വീണ്ടും പ്രീ റിക്വസ്റ്റ് സ്ക്രിപ്റ്റ് റണ്ണാകും. അതിനുശേഷം റിക്വസ്റ്റ് സെൻഡ് ആകും. അതിനുശേഷം പോസ്റ്റ് റെസ്പോൺസ് സ്ക്രിപ്റ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കോഡ് എക്സിക്യൂട്ട് ആകും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കളക്ഷൻ ലെവലിൽ നമുക്ക് ഓത്ത് ഡീറ്റെയിൽസ്, ഹെഡേഴ്സ്, സ്ക്രിപ്റ്റ്, ടെസ്റ്റ് കേസുകളൊക്കെ ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് റിക്വസ്റ്റുകൾക്ക് സെപ്പറേറ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നതിന് പകരം കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു കളക്ഷനിൽ മൾട്ടിപ്പിൾ റിക്വസ്റ്റ് സെയിം ഓതറൈസേഷൻ വെച്ചാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് കളക്ഷൻ ലെവൽ ആഡ് ചെയ്യാം. അതുപോലെ ടെസ്റ്റ് കേസുകൾ ആഡ് ചെയ്യാൻ പറ്റും, സ്ക്രിപ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും, അതുപോലെ ഹെഡേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ആഡ് ചെയ്യാൻ വേണ്ടി കളക്ഷന് നേരെയുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഹെഡേഴ്സ് ഉണ്ട്, ഓത്ത് ഉണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട്, ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ ഈ 4 ടാബിൽ നമുക്ക് കളക്ഷൻ ലെവലിൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ ഡെമോയ്ക്ക് വേണ്ടി യൂസ് ചെയ്ത കളക്ഷൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഗിറ്റ്ഹബിലേക്ക് പുഷ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ക്ലോൺ ചെയ്തെടുക്കുകയോ പുൾ ചെയ്തെടുക്കുകയോ ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.